എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 20 ഡേ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ഡേ ആണിന്ന്. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. നാളെ മുതൽ നമ്മൾ GK സെക്ഷനിലേക്ക് കടക്കുകയാണ്. നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, 2025 ഡിസംബറിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ മുൻ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൗളർ ആരാണ്? ബ്രൈറ്റ് ലീ ആണ് കേട്ടോ. ബ്രൈറ്റ് ലീ ആണ്. ഓപ്ഷൻ ബി ബ്രൈറ്റ് ലീ. 2026 ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ അണ്ടർ 19 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? അണ്ടർ 19 അനാഹത് സിംഗ് ആണ് കേട്ടോ. അനാഹത് സിംഗ് ആണ്. 2026 ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് അലീസ ഹീലി. 15 വർഷത്തെ കരിയറിൽ നിന്നാണ് വിരമിക്കുന്നത്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾ കിരീട ജേതാവ് കാർലോസ് അൽക്കാരസ് ആരെയാണ് തോൽപ്പിച്ചത്? നൊവാക് ജോക്കോവിച്ചിനെയാണ് പരാജയപ്പെടുത്തിയത്. 2026 വനിതാ പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയ ടീം ഏതാണ്? വനിതാ പ്രീമിയർ ലീഗ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. ഇത് RCBയുടെ രണ്ടാം കിരീടമാണ്. ICC അണ്ടർ 19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് 2026 കിരീടം നേടിയ രാജ്യം ഏതാണ്? പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയാണ്. അണ്ടർ 19 പുരുഷ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ആരാണ്? വൈഭവ് സൂര്യവംശിയാണ് അല്ലേ. നമ്മൾ വീക്കിലി കറണ്ട് അഫയേഴ്സിലൊക്കെ കണ്ട ആളാണ് വൈഭവ് സൂര്യവംശി. 2025-26 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ടീം ഏതാണ്? സർവീസസ്. ഇനി 72ാമത് ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ സംസ്ഥാനം ഏതാണ്? വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ആരാണ്? വോളിബോളിൽ കേരളമാണ് കേട്ടോ. കേരളം. 2026 പുരുഷ 2020 ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം. പുരുഷ 2020 ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ്? ഇന്ത്യ. ന്യൂസിലൻഡിനെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യയാണ് കേട്ടോ. നമ്മൾ ഇന്ന് കായികമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കുന്നത്. ഓക്കെ. ഇനി 2026 2020 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയ താരം ആര്? ഓക്കെ, ആദ്യ താരമല്ല കേട്ടോ, സോറി. ആരാണ്? സഞ്ജു സാംസൺ ആണ്. 2026 2020 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതും സഞ്ജു സാംസൺ. 2025 രഞ്ജി ട്രോഫി കിരീടം ആദ്യമായി സ്വന്തമാക്കിയ ടീം ഏതാണ്? ആദ്യമായി സ്വന്തമാക്കിയത് ജമ്മു കാശ്മീരാണ് കേട്ടോ. കാരണം അവിടെ കർണാടകയെ തോൽപ്പിക്കുകയാണ് ചെയ്ത ഒന്നാം ഇന്നിങ്സിൻ്റെ ലീഡിൻ്റെ മികവിലാണ് കേട്ടോ അതെടുത്തിട്ടുള്ളത്. ഏതാണ്? ജമ്മു കാശ്മീരാണ്. 2026 ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ലിൻ ചുൻയി. ഓക്കെ, ലിൻ ചുൻയി ആണ്. 2026 ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രി ജേതാവാരാണ്? ഫോർമുല 1 കിമി ആന്റനെല്ലി. ഓക്കെ, ഏറ്റവും പ്രായം കുറഞ്ഞ പോൾ ജേതാവാണ് കേട്ടോ. വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? വടക്ക് കിഴക്ക് അത് മായങ്ക് ചക്രവർത്തിയാണ് കേട്ടോ. ആസാം എവിടെയാണ്? ഗുവാഹത്തി അല്ലേ. ഗുവാഹത്തിയിൽ നിന്നുള്ള മായങ്ക് ചക്രവർത്തിയാണ്. 94ാമത് ഗ്രാൻഡ് മാസ്റ്ററാണ് കേട്ടോ. 2026 AFC വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ജപ്പാൻ ഓസ്ട്രേലിയയെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. 2026 വേൾഡ് ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പോൾ വാൾട്ടിൽ സ്വർണം നേടിയത് തുടർച്ചയായ 4ാമത്തെ തവണയാണ്. ആരാണ്? അർമാൻഡ് ആണ് കേട്ടോ. അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ്. 2025 ലോക ആർച്ചറി അവാർഡിൽ മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശീതൾ ദേവി. ആരാണ്? ശീതൾ ദേവിയാണ്. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം കർണാടക. ഛത്തീസ്ഗഡ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ വേദി. ഇവിടെയായിരുന്നു കർണാടക. ഓക്കെ. 2026 മാർച്ചിൽ
ICC മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരത്തിന് അർഹനായ ആദ്യ മലയാളി ആരാണ്? സഞ്ജു സാംസൺ ആണ് കേട്ടോ. ആദ്യ മലയാളി സഞ്ജു സാംസൺ ആണ്. ദെൻ 2026 ഏപ്രിലിൽ സൈപ്രസിൽ നടന്ന ഫിഡെ വനിതാ കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ആദ്യ മലയാളിയാണ് കേട്ടോ. ആദ്യ ഇന്ത്യൻ വനിതയാണ് കേട്ടോ. ആരാണ്? ആർ വൈശാലിയാണ്. ആർ വൈശാലി ആദ്യ ഇന്ത്യൻ വനിതയാണ്. 100 അന്താരാഷ്ട്ര 2020 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? പ്രായം കുറഞ്ഞത് ഷെഫാലി വർമ്മയാണ് കേട്ടോ. 22 വയസ്സും 81 ദിവസവുമാണ് ഷെഫാലി വർമ്മയ്ക്ക്. 2026 ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനമായ ഡായ് ഡായ് ആലപിച്ച ഗായകർ ആരൊക്കെയാണ്? ആരാണ്? ഷക്കീറയും ബെർണ ബോയിയും അല്ലേ? ഷക്കീറയും ബെർണ ബോയിയും. 2025-26 സ്പാനിഷ് ലാലിഗ കിരീട ജേതാക്കൾ ബാഴ്സലോണ. സ്പാനിഷ് ലാലിഗ കിരീട ജേതാക്കൾ ആര്? ബാഴ്സലോണ. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് വിരാട് കോഹ്ലിയാണ് കേട്ടോ. ഒരേ ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയാണ്. ആരാണ്? വിരാട് കോഹ്ലി. 2025-26 ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് കപ്പ് ജേതാക്കൾ ആരാണ്? ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. മാഞ്ചസ്റ്റർ സിറ്റി. ദെൻ വനിതാ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയ താരം ആരാണ്? വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ആരാണ്? ഫാത്തിമ സനയാണ് കേട്ടോ. ഫാത്തിമ സന 15 പന്തിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറി നേടിയത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്പോർട്സായി കായികമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് നമുക്ക് തിരിച്ച് ഈ LDC ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസ് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം കേട്ടോ. ഇത് എല്ലാം കൂടി കൂടുന്നതിലും അതായിരിക്കുമല്ലോ കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, IPL ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ നിന്ന് 1000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് ആർക്കാണ്? ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ നിന്ന് 1000 റൺസ് തികയ്ക്കുന്നത് ആരായിരിക്കും? വൈഭവ് സൂര്യവംശിയാണ്. 2027 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഉസ്ബെക്കിസ്ഥാനിലെ എവിടെ? താഷ്കെൻഡാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 2025 ICC വനിതാ ഏകദിന ലോകകപ്പ് ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നാണ് ആതിഥേയത്വം വഹിച്ചത്. ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം സ്മൃതി മന്ദാനയാണ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഏതാണ്? 1 ശരി 2 തെറ്റാണ്. എന്തുകൊണ്ടാണ്? ആതിഥേയർ ആരൊക്കെയായിരുന്നു? ഇന്ത്യയും ശ്രീലങ്കയുമായിരുന്നു. പക്ഷേ ടോപ്പ് റൺസ് സ്കോർ ചെയ്തത് സ്മൃതി മന്ദാനയല്ല. ഓക്കെ, 32 അതും പ്രസ്താവനകളാണ്. നോക്കി, 2025 കോപ്പ അമേരിക്ക വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ബ്രസീൽ ജേതാക്കളായി. ഇക്വഡോറിലെ ക്വിറ്റോയിലാണ് ഈ ടൂർണമെൻറ്റ് നടന്നത്. ഏതാണ്? രണ്ടും ശരിയാണ് കേട്ടോ. 2 ശരിയാണ്. കോപ്പ അമേരിക്ക 2025 കോപ്പ അമേരിക്ക വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരാണ്? ബ്രസീലാണ്. ഇക്വഡോറിലാണിത് നടന്നതും. 2025 ASF ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിച്ചു. ഓപ്പൺ പുരുഷ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത് രമേശ് ബുഡിഹാലാണ്. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്? ഏതാണ്? ഇത് രണ്ടും ശരിയാണ്. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുകയും രമേശാണ് വെങ്കലം നേടിയതും. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 2025 അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇംഗ്ലീഷ് പേസർ ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ ആണെന്ന് പറയുന്നു. 2025 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രമുഖ ഇന്ത്യൻ സ്പിന്നർ ആർ അശ്വിൻ ആണെന്ന് പറയുന്നു. ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്? ഓപ്ഷൻ സി രണ്ടും ശരിയാണല്ലേ. അതായത് ഇംഗ്ലണ്ടിൻ്റെ ഇതിഹാസമായ പേസർ ജെയിംസ് ആൻഡേഴ്സൺ അന്താരാഷ്ട്ര ടെസ്റ്റ് കരിയറിനോട് വിട പറയുകയുണ്ടായി. പിന്നെ ഇന്ത്യൻ സ്പിന്നർ ആർ അശ്വിനും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയുണ്ടായി. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അന്താരാഷ്ട്ര ഏകദിനത്തിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാനയാണ്. 45 പന്തിൽ സെഞ്ചുറി നേടിയ മെക് ലാനിങ്ങിൻ്റെ പേരിലാണ് ഈ വിഭാഗത്തിൽ ലോക റെക്കോർഡ് ഉള്ളത്. ഇതാണ് 1 ശരിയാണ്, 2 തെറ്റാണ്. ഓക്കെ, റെക്കോർഡ് സ്മൃതി മന്ദാന എന്ത് ചെയ്തു? സ്വന്തമാക്കി. 2025 ഫോർമുല 1 ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ലാൻഡോ നോറിസ് ആണ്. ഹംഗേറിയൻ ഗ്രാൻഡ് പ്രീ കിരീടം നേടിയതും ലാൻഡോ നോറിസ് ആണെന്ന് പറയുന്നു. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 2 ശരി, 1 തെറ്റാണ്.
37. 2025 ടെന്നീസിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം ബൊപ്പണ്ണ സ്വന്തമാക്കിയിരുന്നു. ഏതാ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി. ഒന്ന് തെറ്റാണല്ലേ, വിരമിച്ചതായിട്ട് പറഞ്ഞിട്ടില്ല. അടുത്ത ചോദ്യം രണ്ടാമത്തെ ശരിയുമാണ്. ഫിഫ അണ്ടർ 17 ലോകകപ്പ് 2025 പോർച്ചുഗൽ കിരീടം നേടി. ഈ ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിച്ചത് ഖത്തറാണ്. ഏതാണ്? 38 ഓപ്ഷൻ ബി. ഖത്തർ ആതിഥേയരാണ്, പോർച്ചുഗൽ അല്ല ജേതാക്കളായത്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരം രോഹിത് ശർമ്മയാണ്. വിരാട് കോഹ്ലിയാണ് ഒരു ഫോർമാറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ താരം. ഏതാ കറക്റ്റ് ആയിട്ടുള്ളത്? രണ്ട് ശരിയാണല്ലേ. അതായത് ഏറ്റവും കൂടുതൽ സിക്സർ രോഹിത് ശർമ്മ, ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് വിരാട് കോഹ്ലിയുമാണ്. അടുത്ത ചോദ്യം 40ാമത്തെ ചോദ്യം. 2025 പുരുഷ FIAH ഹോക്കി ജൂനിയർ ലോകകപ്പിൽ ജർമ്മനി ജേതാക്കളായി. രണ്ടാമത്തെ പ്രസ്താവന ഈ ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ് എന്ന് പറയുന്നു. ഏതാണ് ശരി? രണ്ടും ശരിയാണല്ലേ. 2025 നടന്ന പുരുഷ FIH എന്നാട്ടെ, FIH ഹോക്കി, അതായത് ഹോക്കി ജൂനിയർ ലോകകപ്പിൽ ജർമ്മനിയാണ് ജേതാക്കളായത്. ഈ ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ തമിഴ്നാട് അല്ലേ, ചെന്നൈയിലായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? 2025 ICC വനിതാ ഏകകപ്പ് ലോകകപ്പിൽ ടൂർണമെൻറ്റിലെ മികച്ച താരമായി പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സ്മൃതി മന്ദാന. പ്രഥമ ഖേലോ ഇന്ത്യ ജലകായികമേളയുടെ ഭാഗ്യചിഹ്നം ഏതായിരുന്നു? ജൽവീർ ആയിരുന്നു കേട്ടോ, ജൽവീർ. 2025 വേൾഡ് യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? മാധവ് ഗോപാൽ കാമത്താണ് കേട്ടോ ആദ്യ ഇന്ത്യൻ ജേതാവ്. 2025 ASF ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? വേദി എവിടെയാണ്? 44ാമത്തെ ചോദ്യം അല്ലേ. എവിടെയായിരുന്നു വേദി? മഹാബലിപുരമാണ് കേട്ടോ, മഹാബലിപുരം. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ സ്വർണം നേടിയത് ആരാണ്? കിഷേൻ തോംസൺ ആണ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് ടീമിനെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയാണ് ICC വനിതാ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 2025 ഫോർമുല 1 അസർബൈജാൻ ഗ്രാൻഡ് പ്രി കിരീട നേതാവ് ആരാണ്? ഫോർമുല 1 പിയാസ്ട്രി ആണ് കേട്ടോ, പിയാസ്ട്രി. 2025 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്നത് ആരാണ്? സഞ്ജു സാംസൺ ആണ്. ഇന്ത്യയുടെ 89ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? 89ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? രോഹിത് കൃഷ്ണയാണ് കേട്ടോ, രോഹിത് കൃഷ്ണയാണ്. ഏറ്റവും അവസാനത്തെ ചോദ്യം. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ പോൾ വാൾട്ടിൽ സ്വർണം നേടിയത് ആരാണ്? അർമാൻഡാണ് കേട്ടോ, അർമാൻഡ് ഡുപ്ലാൻസ് ആണ്. ഓക്കെ, 50 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. നാളെ നമുക്ക് ജോഗ്രഫി പാർട്ട് പഠിക്കാം. ഇന്നലത്തെ ക്ലാസ് ഒന്നാമത്തെ ദിവസത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കാണാം. അതും കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് തന്നെ ഉള്ളതായിരുന്നു. ഓക്കെ, കേരളമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ ഈ 20 ഡേയ്സ് ചാലഞ്ച് എന്നും കൂടെ ഉണ്ടാവണം. നമുക്ക് 10th പ്രിലിംസ് നന്നായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു.